മാത്രമല്ല ജനാധിപത്യ കേരള കോൺഗ്രസിന് മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കാൻ കഴിഞ്ഞില്ല. അതിലൊരു അസ്വാരസ്യ അതിർത്തിയൊക്കെ ഇടതു മുന്നണിക്കകത്ത് സ്വാഭാവികമായിട്ടുണ്ട്. ഇപ്പോൾ സുധീർ കരമനെ നിശ്ചയിച്ചിരിക്കുന്നു. എങ്ങനെ കാണുന്നു തനീഷ് ഇതിനെ? സുധീർ കരമന വളരെ കാലമായി CPIM-ന്റെ ഒരു സഹയാത്രികൻ എന്നുള്ള നിലയ്ക്ക് തലസ്ഥാനത്തെ സാംസ്കാരിക വേദികളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. നമുക്കറിയാം, അദ്ദേഹം ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനാണ്, അതിൻ്റെ പ്രിൻസിപ്പളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം തലസ്ഥാനത്തെ കൂട്ടായ്മകളിലൊക്കെ, സാംസ്കാരിക കൂട്ടായ്മകളിലൊക്കെ വളരെ സജീവമുണ്ട്. ഒരുപക്ഷെ CPIM-നെ അവിടെ നിർത്താൻ കഴിയുന്ന, സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയുന്ന ഒരു നല്ല മുഖം എന്ന നിലയിൽ സുധീർ കരമനെ മറ്റൊരു തരത്തിൽ പോപ്പുലറും കൂടിയാണല്ലോ, സിനിമാ താരം എന്നുള്ള നിലയ്ക്കുള്ള ഒരു പരിവേഷം കൂടി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അത് അനുകൂല ഘടകമാകുമെന്നതായിരിക്കും CPIM കാണുന്നത്. അതേസമയത്ത് ജനാധിപത്യ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആന്റണി രാജു മത്സരിക്കുന്നില്ല. പകരം ആര് എന്നുള്ളൊരു ചോദ്യം, അതൊരു $1 മില്യൺ ക്വസ്റ്റ്യൻ ആണ്. കാരണം അങ്ങനെ ഒരാൾ ഉണ്ടാവില്ല ആ പാർട്ടിയിൽ എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയും. കാരണം അതിൽ തലയെടുപ്പുണ്ടായിരുന്ന നേതാക്കളൊക്കെ പിന്നീട് കേരള കോൺഗ്രസ് ജോസഫിലേക്കോ മാണിയിലേക്കോ ഒക്കെ മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് CPIM സ്വാഭാവികമായിട്ടും CPIM-ന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഈ തിരുവനന്തപുരം സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നതാണ്. ആ സീറ്റ് മറ്റൊരു തരത്തിൽ, അതായത് ഒരു ഘടകകക്ഷിയെയും പിണക്കേണ്ടതില്ല എന്ന ഒരു പൊതു നിലപാട് നേരത്തെ തന്നെ CPIM-നുണ്ടായിരുന്നു. അത് ജനാധിപത്യ കേരള കോൺഗ്രസിനുള്ളത് തന്നെ. എങ്കിൽ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരൂ എന്നുള്ള ലൈനിലാണ് കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത്. തീർച്ചയായിട്ടും ആന്റണി രാജു ശ്രമിച്ചു എന്ന് മാത്രമല്ല, ആന്റണി രാജുവിന് അത്രയധികം സമയം കൊടുക്കുകയും ചെയ്തു. ഈ തിരുവനന്തപുരം സെൻട്രൽ സീറ്റ്, അതായത് പഴയ തിരുവനന്തപുരം വെസ്റ്റ് എന്ന് പറയുന്ന ആ മണ്ഡലമാണ് പിന്നീട് 2011 മണ്ഡല പുനഃസംഘടനയോടുകൂടി അത് ഈ തിരുവനന്തപുരം എന്ന് പറയുന്ന ആ നിയമസഭാ മണ്ഡലമായി മാറിയത്. ആ തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലത്തിൻ്റെ നമ്മൾ അന്ന് മുതലുള്ള ഒരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ മുന്നണികളെ മാറി മാറി ഭരിച്ചിട്ടുണ്ടെങ്കിലും UDF-ന് പലപ്പോഴും അത് വലിയ ഭൂരിപക്ഷം നൽകിയിട്ടുള്ള ഒരു മണ്ഡലമാണ് ഈ തിരുവനന്തപുരം വെസ്റ്റ് എന്ന് പറയുന്ന പഴയ മണ്ഡലം. അത് 2011 മണ്ഡല പുനഃസംഘടന വന്നപ്പോഴും VS ശിവകുമാറിനെയാണ് അവിടെ വിജയിപ്പിച്ചത്. അങ്ങനെ ആ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ K പങ്കജാക്ഷൻ RSP സ്ഥാനാർത്ഥിയായി വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. സംസ്ഥാനത്ത് അദ്ദേഹം പിന്നീട് പൊതുമരാമത്ത് മന്ത്രി ആവുകയും ചെയ്തിട്ടുണ്ട്. MV രാഘവൻ മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് തിരുവനന്തപുരം വെസ്റ്റ്. MM ഹസൻ മത്സരിച്ച് ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. അങ്ങനെയുള്ള ഒരു പാരമ്പര്യം ആ തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലത്തെ സംബന്ധിച്ചുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി PA മുഹമ്മദ് ഖണ്ണ് പോലും ആ മണ്ഡലത്തിൽ, അതായത് PA മുഹമ്മദ് ഖണ്ണ് പോലും എന്ന് പറയാൻ അദ്ദേഹം ജയിക്കാനൊക്കെ യോഗ്യതയുള്ളതും ഒരു പ്രധാനപ്പെട്ട നേതാവ്. ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് തെക്കൻ കേരളത്തിലുള്ള സീറ്റുകൾ അപൂർവം സീറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ ഇരവിപുരം, തിരുവനന്തപുരം വെസ്റ്റ്, പിന്നെ അങ്ങനെ മാറി മാറി നൽകിയിരുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പോലും പ്രാതിനിധ്യം നൽകിയിരുന്ന തെക്കൻ കേരളത്തിലെ ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം വെസ്റ്റ്. 2011 VS ശിവകുമാർ വിജയിക്കുന്നു. 2016 VS ശിവകുമാർ തന്നെ ആ മണ്ഡലത്തിൽ വിജയിച്ചു. പക്ഷേ 2021 ആന്റണി രാജു അവിടെ വിജയിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ ഈ മണ്ഡലത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു വ്യക്തമായി ആർക്ക് അനുകൂലമെന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ BJP ക്രമാതീതമായി അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഓരോ തെരഞ്ഞെടുപ്പിലും. ഇത്തവണ BJP കരമന ജയനെയാണ് തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് അതാണ്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതേസമയം UDF കളത്തിലിറങ്ങിക്കഴിഞ്ഞു. അവർ പ്രചാരണം ശക്തമാക്കി കഴിഞ്ഞു. CP ജോൺ CMBക്ക് നൽകിയ ആ സീറ്റിൽ CP ജോൺ ഇതിനകം വളരെ എങ്ങനെയാണ് അസിത കാണുന്നത്? കാരണം ഇപ്പോൾ ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവിടെ ജനാധിപത്യ കേരള കോൺഗ്രസിന് സീറ്റ് കൊടുക്കാൻ അവസാന നിമിഷം വരെ ശ്രമിച്ചു. പിന്നെ അവിടെ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല എന്നത് ഇടത് മുന്നണിക്ക് അകത്ത് തന്നെ അലോസരം ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയാണ് സുധീർ കരമൻ വരുന്നത്. അവിടെ ജയിച്ച പ്രഗത്ഭരായ ആളുകളുടെ പേരൊക്കെ ദിലീപ് പറഞ്ഞു. എങ്ങനെ കാണുന്നു? ജനാധിപത്യ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവസാന നിമിഷം വരെയും LDF അവരുടെ ഒരു സ്ഥാനാർത്ഥി മുന്നോട്ട് വെക്കാനുള്ള സാധ്യത കൊടുത്തിരുന്നു. പക്ഷേ പറഞ്ഞതുപോലെ തന്നെ ആന്റണി രാജുവിനെ പോലെ ഒരാളെ മുന്നോട്ട് വെക്കാൻ കഴിയാത്ത സാഹചര്യം കൂടി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് സീറ്റ് ഏറ്റെടുക്കാനുള്ള ശ്രമം സ്വതന്ത്രൻ. പക്ഷേ ആ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് പൂർണ്ണമായും ആർക്ക് അനുകൂലം എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയാത്തൊരു മണ്ഡലമായതുകൊണ്ടും CP ജോണിനെ പോലെ ഒരാൾ അവിടെ മത്സരിക്കുന്നത് കൊണ്ടും ഇപ്പോൾ സുധീർ കരമനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം LDF-നോടൊപ്പം ഒക്കെ ചേർന്ന് കുറച്ച് നാളായൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ഗ്രൗണ്ടിൽ ഇറങ്ങിയുള്ള വർക്കുകളൊക്കെ അത്ര കുറവാണല്ലോ. അപ്പോൾ സ്വാഭാവികമായി അത് വളരെ ഏത് നിലയിൽ സ്വാധീനിക്കുമെന്നുള്ളത് അറിയില്ല. രണ്ടാമത്തെ കാര്യം, തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങൾ BJP സംബന്ധിച്ചിടത്തോളം, NDA സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനമാണ്. അപ്പോൾ കുറച്ചധികം നാളുകളായി അവർ ഗ്രൗണ്ടിൽ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ട് തിരുവനന്തപുരം ജില്ലയിൽ വർക്ക് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് കൂടി പ്രധാനമാകും. അതുകൊണ്ട് ചില സീറ്റുകളുടെ കാര്യത്തിൽ ഒരിക്കലുമില്ല. ഗോപികൃഷ്ണൻ, അത് മാത്രമല്ല, അവിടുത്തെ നമ്മൾ വോട്ടിന്റെ കണക്ക് നോക്കിയാൽ 2021 ആന്റണി രാജുവിനെ ഇടതുമുന്നണിയെ വിജയിപ്പിച്ച ആ മണ്ഡലം തുടർന്ന്
2024 ലോക്സഭയിലെത്തിയപ്പോൾ ശശി തരൂരിന് അതെ. ഭൂരിപക്ഷം നൽകുകയും BJP രണ്ടാമതെത്തുകയും ചെയ്തു. പന്ന്യൻ രവീന്ദ്രന് വളരെ പിന്നിലാകാനേ മൂന്നാം സ്ഥാനത്തേക്ക് അതെ, അതിൽ തന്നെ വോട്ടിൽ വളരെ കുറവ് സംഭവിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പായപ്പോൾ ആ മണ്ഡലത്തിലെ വാർഡുകളിലെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ LDF-നാണ് നേരിയ മേൽക്കൈയുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.